ഹായ് ഫ്രണ്ട്സ്, റാഫ് ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നല്ല രൂപത്തിലാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്, വലിയ മൈക്കും വെച്ചുകൊണ്ട്. കണ്ടോ, ഇത് അത്ര വലിയ മൈക്കല്ല, വേറെ വലിയ മൈക്ക് ഇതിലിട്ട് ഇരിക്കുന്നുണ്ട്. വേണമെങ്കിൽ അതും കൂടി എടുത്ത് കാണിക്കാം. അവിടെ ഈ ലൈവൊക്കെ പോകുമ്പോൾ വെക്കുന്ന വലിയൊരു മൈക്കുണ്ട്. കമൻ്റാണ്, ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട് വലിയ മൈക്കും വെച്ചുകൊണ്ട് ക്രിക്കറ്റിനെ വിലയിരുത്താൻ. ഓ, ഇത് പറഞ്ഞു വരുന്നത് എന്താ അറിയോ? നമ്മളിപ്പോൾ റാഫ് ടോക്സ് ബ്രാൻഡിൻ്റെ കീഴിൽ നമ്മൾ കുറേ ചാനലുകളുണ്ട്. അതിൽ ഏറ്റവും സജീവമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന 3 ചാനലുകൾ, ഒന്ന് റാഫ് ടോക്സ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ചാനൽ, ഫുട്ബോൾ ചാനൽ. മറ്റൊന്ന് ഈ റാഫ് ടോക്സ് ക്രിക്കറ്റാണ്. പിന്നെ ഒന്ന് റാഫ് ടോക്സ് മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ ചർച്ച ചെയ്യുന്ന ഒരു ചാനലും. അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും സജീവമായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ റാഫ് ഡയറിയിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഇട്ട് പോകുന്നുണ്ട്. അത് പക്ഷേ നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളുമായിട്ട് കുറച്ചുകൂടി പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ആണ് ഇത് നമ്മൾ സജീവമാക്കുന്നത്. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ കഴിയാവുന്നതും ഇവിടെ ഞാൻ മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ റാഫ് ടോക്സിലും റാഫ് ടോക്സ് ക്രിക്കറ്റിലും റാഫ് ടോക്സ് മലയാളത്തിലൊന്നും അത്രത്തോളം സാധ്യമല്ല. കാരണം അതിൽ ഒരു ദിവസം 10-20 വീഡിയോസ് ഉണ്ടാവും. അതിൻ്റെ ഒക്കെ കമൻറ്റ് പോയിട്ട് നമ്മൾ മറുപടി പറയുക എന്നുള്ളത് സാധ്യമല്ല. പിന്നെ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ടീം ചില കമൻറ്റുകൾക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ടെന്ന് മാത്രം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റാഫ് ടോക്ക് ക്രിക്കറ്റിൽ T20 വേൾഡ് കപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സജീവമായിട്ട് വീഡിയോ ഇട്ട് മുന്നോട്ട് പോവുകയാണ്. അത് T20 വേൾഡ് കപ്പ് ആയതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് നമ്മൾ വളരെ സജീവമായിട്ട് ഈ ചാനലിൽ വീഡിയോസ് ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ എല്ലാ വാർത്തകളും കഴിയാവുന്നത് സത്യസന്ധമായ രൂപത്തിൽ കൃത്യമായ സോഴ്സിൽ നിന്നെടുത്ത് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരുവിധം സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ കറക്റ്റ് സോഴ്സിൽ നിന്ന് വാർത്തകൾ പറയുന്നതുകൊണ്ട് കുറേയൊക്കെ ശരിയായിട്ട് തന്നെയാണ് അതിൽ സംഭവങ്ങളൊക്കെ വരാറുള്ളത്. പിന്നെ അവിടെ ഇവിടെ ചില മാറ്റങ്ങളൊക്കെ, സോഴ്സ് നമ്മൾ വിശ്വസിച്ചെടുക്കുന്ന സോഴ്സ് മാറിപ്പോയാൽ ചിലപ്പോൾ സംഭവിക്കാമെന്ന് മാത്രം. കഴിയാവുന്നതും നല്ല രൂപത്തിൽ കൃത്യമായ വാർത്തകളാണ് നമ്മളിതിലൂടെ എത്തിക്കാറുള്ളത്. പിന്നെ ഇന്ത്യയുടെ മാച്ചസ് വരുമ്പോൾ നമ്മൾ റിവ്യൂസ് നടത്താറുണ്ട്. റിവ്യൂ എന്ന് പറയുമ്പോൾ അത് നമ്മളത്ര വലിയ ക്രിക്കറ്റ് എക്സ്പെർട്ട് അല്ല. നിങ്ങൾക്കറിയാലോ, നമ്മൾ സാധാരണ നിങ്ങളൊക്കെ പോലെയുള്ള ഒരു ക്രിക്കറ്റ് ഫാൻ, ക്രിക്കറ്റ് ആവേശം കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കളിയെക്കുറിച്ച് ചില അഭിപ്രായങ്ങളുണ്ടാവും. അതുകൂടാതെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ, ESPN, ക്രിക്കിൻഫോ, ക്രിക്ക് ബസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പോർട്ടലുകളുണ്ട്. അതിൽ വരുന്ന റിവ്യൂസ്, പിന്നെ പ്രമുഖ ക്രിക്കറ്റ് എക്സ്പേർട്സ്, ഇപ്പോൾ ഹർഷ ഭോഗലെ പോലുള്ളവർ, ആകാശ് ചോപ്ര, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറയുന്നത്, ഇതെല്ലാം നമ്മൾ റെഫർ ചെയ്തിട്ട് അതോടൊപ്പം നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മുടെ റിവ്യൂസ് അവതരിപ്പിക്കാറുള്ളത്. നമ്മുടെ മാത്രം അഭിപ്രായങ്ങളല്ല. അത് എല്ലാ റിവ്യൂ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്. ഈ കേൾക്കുന്ന സുഹൃത്തുക്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. അവർക്കും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം അവരുടെ അഭിപ്രായങ്ങൾ. ക്രിക്കറ്റിനെ പറ്റി പറയാറില്ലേ, ജെൻറ്റിൽമെൻസ് ഗെയിം എന്ന്. അപ്പോൾ മാന്യമായ സത്യസന്ധമായിട്ടുള്ള ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് എപ്പോഴും ആ ചാനൽ പറയാറ്. എന്നാലും ചിലർക്ക് അങ്ങ് ദഹിക്കാറില്ല. അത്തരത്തിലുള്ളൊരു കമൻറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട് വലിയ മൈക്കും വെച്ചുകൊണ്ട് ക്രിക്കറ്റ് വിലയിരുത്താനെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 7 വർഷം 50,000-ലധികം വീഡിയോകൾ. അപ്പോൾ ഇത്തരം കമൻറ്റുകളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് വരാറില്ലാണ്. അതിൻ്റെ പിന്നാലെ അങ്ങനെ തൂങ്ങാറില്ല, അതങ്ങ് ഒഴിവാക്കി വിടാറാണ്. പിന്നെ ഈ കമൻറ്റ് എന്തിനെടുത്ത് ഇത്ര വിഷയമെല്ലാം ചെയ്യുന്നു ചോദിച്ചാൽ അതിൽ ചില രസകരമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം, ചില ഫാൻസിനെങ്കിലും അവനൊരു വലിയ ക്രിക്കറ്റ് വിലയിരുത്തലുകാരൻ, എനിക്കറിയാവുന്ന പോലെ അവന് കളി അറിയോ എന്നൊരു തോന്നൽ ചിലർക്ക്, വളരെ കുറഞ്ഞ ആളുകൾക്കെങ്കിലും ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരാളാണ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഈ നമ്മുടെ ക്രിക്കറ്റ് പാരമ്പര്യമൊക്കെ ചോദിച്ചാൽ ഒന്നുമില്ലടോ, ഒരു സാധാരണ നിങ്ങളൊക്കെ പോലെ നാട്ടും പുറത്തൊക്കെ കളിച്ച് നടന്ന ഒരുത്തൻ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു പരസ്യം ഉണ്ടായിരുന്നു, കൊക്കക്കോളയുടെ എന്നാണ് എൻ്റെ ഓർമ്മ. ഈറ്റ് ക്രിക്കറ്റ്, സ്ലീപ്പ് ക്രിക്കറ്റ്, ഡ്രിങ്ക് ഓൺലി കൊക്കക്കോല എന്നാണ് അതിൽ പറഞ്ഞിരുന്നത് എൻ്റെ ഓർമ്മ. അതുപോലെയുള്ളൊരു അനുഭവമായിരുന്നു ഈറ്റ് ക്രിക്കറ്റ്, സ്ലീപ്പ് ക്രിക്കറ്റ് എന്നുള്ള രൂപത്തിൽ തന്നെ. വീണ്ടും ഫുൾ ടൈം ക്രിക്കറ്റിനെ കുറിച്ച് ചിന്തിക്കുക, സംസാരിക്കുക, ഇതൊക്കെയായിരുന്നു. അത് ഈ റാഫ് ടോക്ക് ക്രിക്കറ്റിൻ്റെ ഇനീഷ്യൽ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ക്രിക്കറ്റും പറഞ്ഞ് വെറുപ്പിച്ചൊരു കാലഘട്ടമുണ്ട്. അത്രക്കും പാഷനേറ്റായിട്ട് ഈ കളിയെ ഫോളോ ചെയ്തിരുന്നു. അതുമാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കാനുള്ള ഏക കൈമുതലായിട്ടുള്ള കാര്യം. പിന്നെ അന്നത്തെ കാലത്ത് തന്നെ നമ്മൾ ഭ്രാന്തമായ രൂപത്തിൽ ക്രിക്കറ്റിനെ സ്നേഹിച്ച് നാട്ടിൽ ഫുൾ ടൈം കളിയൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു കാലത്ത് കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും കളി തുടരുന്നുണ്ട്. നമുക്കത് ഇപ്പോൾ തുടരാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ, നാട്ടിലുള്ള സുഹൃത്തുക്കൾ
എല്ലാ വർഷവും CPL എന്ന പേരിലൊരു ടൂർണമെൻ്റൊക്കെ നടത്തും. അപ്പോൾ എല്ലാ തവണയും ഇപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് അവരെന്നെ വിളിക്കും അതിൻ്റെ ഇനാഗ്രേഷൻ ദിവസത്തിൽ. അപ്പോൾ ഇത്തവണ അവരെനിക്ക് തന്നിട്ടുള്ള ആ ഒരു മെമൻറ്റോ വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അതിലവർ പ്രത്യേകം എഴുതിയിരുന്നു, ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് എന്നെ നാട്ടിൽ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരൊക്കെ ചേർത്തുകൊണ്ട് ആ ഒരു അവരുടെയൊക്കെ ഒരു ചേർത്തെടുത്തലുണ്ടല്ലോ കളിയോടൊക്കെ ഉള്ള ആ ഒരു ആവേശം, ഇഷ്ടമൊക്കെ, അതൊക്കെയാണോ നമ്മളെ ഈ ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യം. പിന്നെ ആ കാലത്തൊക്കെ ഡിസ്ട്രിക്ട് ലീഗിൽ നമ്മൾ കളിച്ചിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്തെ അവസ്ഥ എന്താ പറയുക, ഒരു ടീം ഒരുമിച്ച് നമ്മളങ്ങ് ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ 1983 എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കോച്ചിങ് അതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ ഒരു തരം എലൈറ്റ് ക്ലാസ് മെൻറ്റാലിറ്റി പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇംഗ്ലീഷിലുള്ള സംസാരം ഒക്കെ നിങ്ങൾ ആ സിനിമയിൽ കണ്ടിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ കൂടിയാണ് ക്രിക്കറ്റ്. അതാണ് ഈ ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട് വലിയ മൈക്കും വെച്ച് ക്രിക്കറ്റ് വിലയിരുത്താന്ന് പറയുമ്പോൾ ഇതെന്തോ എലൈറ്റ് ക്ലാസിൻ്റെ കളിയാണ് എന്നൊരു വികാരം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഇപ്പോൾ ഇത് സാധാരണക്കാരൻ്റെ അതാണോ? സാധാരണക്കാരനും കൂടി ആസ്വദിക്കുന്നതുകൊണ്ടാണ് ഈ കളി നിലനിൽക്കുന്നത്. നമ്മൾ ഇത് കേൾക്കുന്നവർ, പറയുന്നവർ, നിങ്ങൾ കമൻ്റ് ഇടുന്നവരും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോഴാണ് ഈ കളീനെ അതിൻ്റെ ഒരു ആവേശം നമ്മൾ കൊണ്ടുപോകുന്നത്. ഇനി അതല്ല, വലിയ എലൈറ്റ് ക്ലാസ്സിന് മാത്രമേ ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പഴയ ലഗാൻ സിനിമ കണ്ടിട്ടില്ലേ? അതാണ് അതിനുള്ള മറുപടി. അത് വെറും ഒരു ഫിക്ഷണലായിട്ടുള്ള സിനിമയാണെന്ന് അറിയാം, എന്നാൽ പോലും ഇപ്പം അങ്ങനെയാണ്. ഇത് താഴേക്കിടയിലുള്ളവൻ്റെ കൂടി കളിയാണ്. അപ്പോൾ അതൊക്കെ അങ്ങ് അംഗീകരിച്ച് പോകുന്നതായിരിക്കും എല്ലാവർക്കും ഈ കളി ആസ്വദിക്കാൻ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും നമ്മൾ ഇതൊക്കെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. വലിയ മൈക്കും വാങ്ങിച്ച് ഇങ്ങനെ കുറേ ലൈറ്റിൻ്റെ അടിയിലിരുന്ന് കളി ഇങ്ങനെ പറയുക. അപ്പോൾ തമാശയായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, കളിയായിട്ട് പോലും കാര്യം പറയാറില്ല എന്ന്, ഒള്ളി കളി മാത്രമേ പറയാറുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ സന്തോഷകരമായിട്ട് കളിയെക്കുറിച്ചൊക്കെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് റാഫ് ടോക്ക് ക്രിക്കറ്റിൽ നമ്മൾ അതിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ആ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്കും പോസ്റ്റ് ഇടാം. നമുക്ക് ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാം. അപ്പം ഇനി ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളോട് ഞാൻ പറയട്ടെ, ഈ വലിയ മൈക്കൊന്നും വേണമെന്നില്ല. ചെറിയ മൈക്ക്, ചെറിയ സെറ്റപ്പിലൊക്കെയാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോഴും ഇത് വലിയ സെറ്റപ്പൊന്നുമല്ല, വളരെ ചെറിയ സെറ്റപ്പാണ്. പക്ഷേ ഇതിലിരുന്ന് നമുക്ക് നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് പറയാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം എല്ലായിടത്തും ഉണ്ട്. ചൊറിയാൻ വരുന്ന കുറേ ആളുകളുണ്ടാവും, അവരങ്ങ് ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടുള്ളൂ. നമുക്ക് ആ ചൊറിച്ചിൽ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് അങ്ങ് പോകാമെന്നേ, അതല്ലേ അതിൻ്റെ രസം. ഏതായാലും കൂടെ കൂടിയിട്ടുള്ള കുറേ നല്ല സുഹൃത്തുക്കളുണ്ട്, അവർക്ക് വേണ്ടി ഈ മൈക്കും കെട്ടി വെച്ചിട്ടുള്ള സംസാരം തുടരും. അത് ഇപ്പോൾ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് കളിയും കാര്യമൊക്കെ ആയിട്ട് രസകരമായിട്ടങ്ങ് പോകാം.